നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ സഹ്യപർവ്വതങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു റെയിൽപാതയുണ്ട്. ആ റെയിൽപാതയിൽ യാത്രയും അതിലെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ യാത്ര പോകാം. യാത്രയിൽ തെങ്കാശി അമ്പലവും കണ്ട് അതിന്റെ പരിസരത്തെ കാഴ്ചകളും കണ്ടിട്ടാണ് നമ്മൾ തിരികെ മടങ്ങുന്നത്. പുനലൂരെ അതിപ്രശസ്തമായ തൂക്കുപാലം കണ്ടിട്ടാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. തൂക്കുപാലത്തിൽ നിന്നും ഏതാണ്ട് 10 മിനിറ്റ് നടന്നാൽ നമുക്ക് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്താം. ഇവിടെ നിന്നും ഉച്ചയ്ക്ക് 1:15 പുറപ്പെടുന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസിലാണ് നമ്മുടെ യാത്ര. പുനലൂരിൽ നിന്നും തെങ്കാശിയിലേക്കുള്ള യാത്രയിൽ ഒരു ഇഞ്ചിന്റെ കൂടെ സഹായം ഈ ട്രെയിനിന് ആവശ്യമാണ്. അത് ഈ ട്രെയിനിന്റെ പുറകിലാണ് ഘടിപ്പിക്കുന്നത്. അല്ലാതെ സഹ്യപർവ്വതത്തിന്റെ ഈ മലനിരകളെ കീറിമുറിക്കുവാൻ ഈ ട്രെയിന് കഴിയുകയില്ല. ട്രെയിനിന്റെ പിറകിൽ ഘടിപ്പിക്കാനുള്ള രണ്ടാമത്തെ ഇഞ്ചിൻ വന്നു കഴിഞ്ഞു. അങ്ങനെ 2 ഇഞ്ചിനുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഈ ട്രെയിനിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. പുനലൂരിൽ നിന്നും 1:15 തുടങ്ങുന്ന ഈ ട്രെയിൻ വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും തെങ്കാശിയിലെത്തും. സഹ്യപർവ്വത നിരകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ ഒരേ ഒരു ട്രെയിൻ റൂട്ടാണ് പുനലൂർ തെങ്കാശി റൂട്ട്. കാടും മലകളും പുഴകളും സമതല പ്രദേശങ്ങളും ഒക്കെ കടന്നാണ് നമ്മുടെ ഈ യാത്ര. ട്രെയിനിൽ ഇപ്പോൾ സഞ്ചാരികൾ തീരെ കുറവാണ്. തെങ്കാശിയിൽ നിന്നുമാണ് ധാരാളം ആൾക്കാർ ഈ ട്രെയിനിൽ കടന്നുകൂടുന്നത്. പ്രത്യേകിച്ചും മധുര അമ്പലം സന്ദർശിക്കാനുള്ള ആൾക്കാരാണിവർ. പുനലൂരിന്റെ നഗരഭാഗം വിട്ടപ്പോൾ തന്നെ നമുക്ക് കുറ്റിക്കാടുകളും കൃഷിഭൂമികളും കാണാൻ കഴിയുന്നുണ്ട്. പച്ച പുതച്ചു കിടക്കുന്ന സഹ്യപർവ്വതത്തോട് കിന്നാരം പറഞ്ഞാണ് ഈ ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നത്. പുനലൂരിൽ നിന്നും തെങ്കാശിയിലേക്കുള്ള ദൂരം 57 കിലോമീറ്റർ മാത്രമാണെങ്കിലും ഇത്രയും ദൂരം കവർ ചെയ്യുവാൻ നമ്മുടെ ട്രെയിന് ഏതാണ്ട് 2.5 മണിക്കൂർ സമയമെടുക്കും. 57 കിലോമീറ്ററുകളുള്ള ഈ റൂട്ടിൽ 5 ടണലുകളിൽ കൂടിയാണ് നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത്. വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്രയിൽ ഉടനീളമുള്ളത്. പ്രത്യേകിച്ചും മൺസൂൺ മാസങ്ങളാണ് ഈ യാത്ര ചെയ്യുന്നതെങ്കിൽ യാത്രയിലാകെ ഒരു പച്ചപ്പിന്റെ മയം നമുക്ക് കാണാൻ കഴിയും. നമ്മളങ്ങനെ തെങ്കാശിയിലേക്കുള്ള യാത്രയിലാണ്. തെന്മല സ്റ്റേഷനോട് നമ്മൾ അടുക്കുകയാണ്. പുനലൂരിൽ നിന്നും ട്രെയിൻ യാത്ര തുടങ്ങുമ്പോൾ ട്രെയിനിന്റെ വലത്തുഭാഗത്തുള്ള സീറ്റുകളിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചകൾക്ക് ഒന്നുകൂടെ ഭംഗിയുള്ളതായി തോന്നുന്നത്. പലപ്പോഴും നമ്മുടെ ട്രെയിനിന്റെ അരികത്തൂടെയാണ് തെങ്കാശിയിലേക്കുള്ള നാഷണൽ ഹൈവേയും കടന്നു പോകുന്നത്. യാത്രയിൽ കോട്ടവാസൽ ടണൽ പിന്നിടുമ്പോൾ ഉടൻ തന്നെ 13 കണ്ണറ പാലങ്ങൾ നമുക്ക് ദൃശ്യമാകും. നമ്മുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് 13 കണ്ണറ പാലം. ആയിരത്തി 1903-5 കാലഘട്ടത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മിതി ഇവിടെ പൂർത്തിയായത്. അക്കാലത്തെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ പാലം. യാത്രയിൽ ഇപ്പോ കല്ലടയാറും നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. കല്ലടയാറും നാഷണൽ ഹൈവേയും റെയിൽവേയും ഒന്നിച്ച് പോകുന്ന ഒരു കാഴ്ച. മഴക്കാലത്ത് നമ്മളെ വല്ലാതെ മോഹിപ്പിക്കുന്ന ഈ യാത്ര ഒരിക്കലും തീരരുതേ എന്ന് ആഗ്രഹിച്ചാലും ഒരു തെറ്റുമില്ല.
അത്രയ്ക്ക് സൗന്ദര്യമാണ് പ്രകൃതി ഈ യാത്രയിൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് ആകാശത്തിന്റെ നീല നിറം മാറി കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുന്നുണ്ട്. ഏതു നിമിഷവും മഴ പെയ്യാവുന്ന ഒരവസ്ഥ. ഈ യാത്രയ്ക്ക് നോൺ AC കമ്പാർട്ട്മെന്റ് മാത്രം ബുക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ കാഴ്ചകൾ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയൂ. ന്യൂ ആര്യൻകാവ് സ്റ്റേഷനാണ് നമ്മളിപ്പോൾ പിന്നിടുന്നത്. ഇവിടെ ഈ ട്രെയിന് സ്റ്റോപ്പില്ല. ആര്യൻകാവിലാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചെക്ക് പോസ്റ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ യാത്രയിൽ ധാരാളം കൃഷിഭൂമികൾ നമ്മൾ പിന്നിടുന്നുണ്ട്. വാഴയും റബ്ബറും ഏത്തയ്ക്കായും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ യാത്രയിലെ ഏറ്റവും നീളമുള്ള ടണലായ ആര്യങ്കാവ് ടണലിലൂടെയാണ് കടന്നു പോകുന്നത്. 891 മീറ്ററാണ് ഈ ടണലിന്റെ നീളം. നമ്മുടെ യാത്രയിലെ ഏറ്റവും വലിയ ദുരന്തം നമ്മളങ്ങനെ പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ഈ യാത്രയിൽ ദുരന്തങ്ങളില്ല എന്നാണ് തോന്നുന്നത്. സഹ്യപർവ്വതങ്ങളുടെ ഒരു കോട്ട പോലെ നിൽക്കുകയാണ്. അതിന്റെ മുകളിൽ അറുന്നൈകൾ ഇങ്ങനെ നിൽക്കുന്നു. ഏത് നിമിഷവും ഇവിടെ ഇനിയും മഴ പെയ്യാമെന്നാണ് തോന്നുന്നത്. നമ്മൾ തമിഴ്നാടിനോട് അടുക്കുമ്പോഴേക്കും ഭൂപ്രകൃതി അങ്ങനെ മാറി മറിയുകയാണ്. കുറച്ചു മുമ്പ് വരെ പർവ്വത പ്രദേശങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ സമതല പ്രദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. സഹ്യപർവ്വതത്തിന്റെ താഴ്വാര പ്രദേശങ്ങളായതുകൊണ്ട് ഇവിടെ ജലത്തിന് യാതൊരു ദൗർലഭ്യവുമില്ല. ധാരാളം തെങ്ങുകളും ഇവിടെ കൃഷി ചെയ്തേക്കുന്നതായി കണ്ടു. ചെങ്കോട്ട സ്റ്റേഷനിലടയ്ക്കാണ്. ചെങ്കോട്ട കഴിഞ്ഞാണ് തെങ്കാശി വരുന്നത്. ചെങ്കോട്ടയിലും ഈ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ടായി എന്നാണ് തമിഴിൽ വിളിപ്പേര്. താരതമ്യേന ഒരു വലിയ സ്റ്റേഷനാണ് ചെങ്കോട്ടായി. നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് ചെങ്കോട്ട. ധാരാളം ആൾക്കാർ കയറി ഇറങ്ങി ചേരുന്നുണ്ട്. യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാടിന്റെ മുഖമുദ്രയായ പനവൃക്ഷങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്നു നിൽപ്പുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ തെങ്കാശിയിലേക്ക് എത്തുകയാണ്. തെങ്കാശിയിൽ വെച്ച് ട്രെയിനിന്റെ പിറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിൻ അഴിച്ചു മാറ്റി പുനലൂർക്ക് പോകുന്ന ട്രെയിനിൽ ഘടിപ്പിക്കും. നമ്മുടെ ഈ ട്രെയിൻ കാത്ത് ധാരാളം യാത്രക്കാർ നിൽപ്പുണ്ട്. മധുരൈ അമ്പലം കാണാനുള്ള യാത്രക്കാരായിരിക്കും ഇവരിൽ ഭൂരിപക്ഷവും. വല്ലാത്ത തെക്കും തിരക്കുമാണ് ഈ ട്രെയിൻ പിടിക്കുവാൻ വേണ്ടി സ്റ്റേഷനിലുള്ളത്. ആൾക്കാർ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ട്രെയിനിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ തെങ്കാശിയിലെ കാശി അമ്പലം കാണാൻ വേണ്ടി പോവുകയാണ്. 100 രൂപ കൊടുത്താൽ ഓട്ടോക്കാർ നമ്മളെ അമ്പലത്തിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കും. തെങ്കാശിയിലെ അതിപ്രശസ്തമായ കാശി വിശ്വനാഥ 13ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു ഈ അമ്പലം ഇവിടെ നിർമ്മിച്ചത്. വാരണാസിയിലെ കാശി വിശ്വനാഥ ടെമ്പിളിന്റെ അനുകരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രവും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്.
8 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു കേടുപാടുമില്ലാതെ ഈ അമ്പലം അങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാലത്തിൻ്റെ യാതൊരു പോറലുകളും ഈ അമ്പലത്തിന് ഇതുവരെ ബാധിച്ചിട്ടില്ല. കാശി അമ്പലത്തിന് ചുറ്റും ധാരാളം പൂക്കച്ചവടക്കാരുണ്ട്. അവരുടെ കൈവിരുത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. തെങ്കാശിക്കടുത്തുള്ള ശങ്കരൻ കോവിലിലാണ് സൂര്യകാന്തി പൂക്കളുടെ ഈ കാഴ്ച. ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്തിട്ട് നമുക്ക് സൂര്യകാന്തി പൂക്കളുടെ കൂടെ നിന്ന് ചിത്രങ്ങളും വീഡിയോയും ഒക്കെ എടുക്കാം. അങ്ങനെ 3-4 മണിക്കൂർ കൊണ്ട് മനം നിറയ്ക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തെങ്കാശിയിൽ നിന്നും മടങ്ങാം. ശങ്കരൻ കോവിലിനടുത്തുള്ള പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി മൊത്തമായി വിൽക്കുന്നവരും വാങ്ങുന്നവരും ധാരാളമുണ്ട്. തെങ്കാശിയിലെ ഈ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരു പഴമയുടെ ഗന്ധമുണ്ട്, പഴയ തമിഴ് ഗന്ധം. നാട്ടിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കർഷകങ്ങളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണത്. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ എത്തുമ്പോൾ പഴമയുടെ ഗന്ധം പേറുന്ന വഴികളും തെരുവുകളുമൊക്കെയാണ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.